പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ എന്ന ട്രംപിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായി ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് സംയുക്തമായി ആക്രമിച്ചു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ. ആക്രമണം രാജ്യത്തെ കാര്യമായി ബാധിച്ചില്ല എന്നാണ് ഇറാന്റെ ഊർജ്ജ മന്ത്രി അബ്ബാസ് അലിയാബ്ദി അവകാശപ്പെടുന്നത്. അതേസമയം ഇറാനും തിരിച്ചടിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇസ്രായേലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. സൗദിയെയും ബഹ്റിനെയും ഇറാൻ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇപ്പോൾ വി വിനോദാണ് വാർഡെസ്കിൽ നിന്ന് ചേരുന്നത്. വിനോദ്, വലിയ തോതിൽ ഉള്ള ആക്രമണം തുടരുക തന്നെയാണ്. പ്രത്യേകിച്ച് ട്രംപിന്റെ പ്രഖ്യാപനമുണ്ടായിരുന്നു 5 ദിവസത്തെ ഇടവേള എന്നത്. തീർച്ചയായും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇറാൻ അത് പ്രതീക്ഷിച്ചിട്ടുമുണ്ടാകില്ല. അതിനിടയിലാണല്ലോ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത്. അപ്പോൾ ട്രംപ് പറയുന്നത് പോലെയല്ല യുദ്ധം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ട്രംപ് ഒരു ദിവസം തന്നെ പല നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. ഇക്കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 5 ദിവസത്തേക്ക് ഇടക്കാല വെടിനിർത്തൽ എന്ന പ്രഖ്യാപനമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. മാത്രമല്ല, ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം സുഗമമാകും, ഇറാൻ അത് തുറന്നു കൊടുക്കണം എന്ന ഒരു പ്രഖ്യാപനം വന്നു. ഇറാനിലെ ആത്മീയ നേതാവുമായി ചർച്ച നടത്തിയെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇത്തരമൊരു പ്രസ്താവന വന്നതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണമാണ് ഇറാന് നേരെ നടന്നത്. അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്നതായിരുന്നു ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം. ഈ വെടിനിർത്തൽ, താൽക്കാലിക വെടിനിർത്തൽ നടത്തിയപ്പോൾ ട്രംപ് പറഞ്ഞത്. എന്നാൽ ഖൊറം ഷഹറിലെ പവർ പ്ലാന്റും അതോടൊപ്പം തന്നെ ഇസ്ഫഹാനിലെ ഊർജ്ജ നിലയവും ആക്രമിക്കപ്പെട്ടു. ഒരു പൈപ്പ് ലൈനും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കാര്യമായ നാശനഷ്ടമുണ്ടാക്കിയിട്ടില്ലെന്നാണ് ഇറാൻ ഔദ്യോഗികമായി പറയുന്നത്. ഏതായിരുന്നാലും ഇറാൻ ഈ അമേരിക്കയുടെ പ്രഖ്യാപനത്തെ മുഖവിലേക്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ ട്രംപിൻ്റെ വാക്കുകളെ അവർ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ്. കാരണം ഇറാനും തിരിച്ചടിക്കുകയാണ്. മാത്രമല്ല, ഇറാൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഈ കണ്ണിന് പകരം കണ്ണ് എന്നതല്ല, കണ്ണിന് പകരം തലയെടുക്കാനാണ് തങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്ന ഒരു പ്രഖ്യാപനം ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. ഇറാൻ്റെ പ്രതിരോധ മന്ത്രി മുഹസിൻ റൈസായിയുടെ കടുത്ത പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് അവരുടെ അയത്തുള്ള ഖമേനി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇസ്രായേൽ US സഖ്യസേന വധിച്ചിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ മുസ്തഫ ഖമേനിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഇറാൻ തിരിച്ചടിക്കുകയാണ്. ഏറ്റവും ലാരിജാനി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ, ഏതാണ്ട് 1 ഡസനിലധികം നേതാക്കളെ കൊലപ്പെടുത്തിയപ്പോൾ അമേരിക്ക ഇസ്രായേൽ സഖ്യം കരുതിയത് ഇറാന് തിരിച്ചടിക്കാനുള്ള ശേഷി ഉണ്ടാകില്ല എന്നതാണ്. പക്ഷേ ഡീഗോ ഗാർഷ്യ പോലെ ഏറ്റവും തന്ത്രപ്രധാനമായ US-ൻ്റെയും UK-യുടെയും സംയുക്ത യുദ്ധകേന്ദ്രം, അത് ദ്വീപാണ്. ആ ദ്വീപിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയെന്നല്ല, ഏതാണ്ട് 4000 കിലോമീറ്റർ അകലെയുള്ള ദ്വീപിലേക്കാണ് ഇറാൻ്റെ മിസൈൽ വർഷമുണ്ടായത്. അതോടുകൂടി ഇറാൻ്റെ പക്കലുള്ള ആയുധശേഖരത്തെ സംബന്ധിച്ച് വലിയ സംശയങ്ങൾ അമേരിക്കയ്ക്കുണ്ടായി. യുദ്ധം അങ്ങനെ എളുപ്പത്തിൽ തീരുന്നു 4 ആഴ്ചയാണ് ട്രംപ് കണക്കാക്കിയത് ട്രംപിൻ്റെ പ്രഖ്യാപനം. പക്ഷേ അങ്ങനെ 1 മാസം കൊണ്ട് തീർക്കാൻ കഴിയുന്നൊരു യുദ്ധമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്ത്രപരമായ പിന്മാറ്റം അമേരിക്ക നടത്തിയെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. മാത്രമല്ല, ജെറാൾഡ് ഫോർഡ് പോലുള്ള അവരുടെ യുദ്ധക്കപ്പലുകൾ അറ്റകുറ്റപ്പണിക്കായി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ബോക്സർ എന്ന മറ്റൊരു യുദ്ധക്കപ്പൽ ഇറാൻ തീരത്തേക്ക് വന്നിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി കേന്ദ്രം, അവിടേക്ക് ഇറാനെ പ്രതിരോധത്തിലാക്കുക എന്നത് ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ ബോക്സർ എന്ന കപ്പൽ വരുന്നത്. ഒപ്പം തന്നെ 3 മറ്റ് കപ്പലുകൾ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കരയുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ഖാർഗ് ദ്വീപ്, അത് ഇറാൻ്റെ കിരീടമെന്നാണ് അറിയപ്പെടുന്നത്. ഇറാൻ്റെ 90% എണ്ണ കയറ്റുമതിയും ഖാർഗ് ദ്വീപ് വഴിയാണ് നടക്കുന്നത്. ഖാർഗിനെ ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അമേരിക്കയുടെ ഈ നാവികസേനയിലെ ഏറ്റവും പ്രബലമായൊരു പ്ലറ്റൂൺ തന്നെ ഈ ഖാർഗ് കേന്ദ്രമാക്കി നീങ്ങുന്നു. 2100 സൈനികർ അവിടേക്ക് വരുന്നു. മറ്റ് 1000-ലധികം സൈനികർ ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. കരയുദ്ധം വേണമെന്ന ആവശ്യം സൗദി അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കാരണം സൗദിയെ സംബന്ധിച്ച് വലിയ വ്യാപാര നഷ്ടമാണ് ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിരിക്കുന്നത്. ഹോർമുസ് അടച്ചതോടുകൂടി തന്നെ സൗദി, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ തുടങ്ങി UAE അടക്കമുള്ള വിവിധ രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട്. എണ്ണ കയറ്റുമതിയിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുള്ളത്, 2 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഹോർമുസ് കടന്നിരിക്കുന്നു. അവിടെ 18 കോടി രൂപയാണ് കൂടുതൽ ചുങ്കമായി ഇറാൻ ചുമത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ രാജ്യം വെളിപ്പെടുത്തുന്നത് അങ്ങനെ പ്രത്യേകിച്ച് പൈസ ഇറാനോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കോ നൽകിയിട്ടില്ല. ഈ എണ്ണയുമായി 2 കപ്പലുകൾ കൂടി ഇന്ത്യൻ തീരത്തേക്ക് വരുന്നു എന്ന ശുഭകരമായ വാർത്തയുണ്ട്. പക്ഷേ ഈ യുദ്ധം തുടർന്നു പോയാൽ അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. ഇന്ത്യക്ക് പുറമെ തുർക്കിയും ഉത്തര കൊറിയയും
ഒമാനും അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൻ്റെ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. പലപ്പോഴും ഈ മറ്റ് ലോക നേതാക്കളും ഇറാനെയും ഇസ്രായേലിനെയും അമേരിക്കയും ഒക്കെ തന്നെ ബന്ധപ്പെടുന്നുണ്ട്. ഇവിടെ പാകിസ്ഥാൻ്റെ ഒരു ഇടപെടൽ വരുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചയ്ക്ക് JD വാൻസ് ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ പ്രതിനിധികൾ ഒരുപക്ഷെ ഇസ്ലാമാബാദിലേക്ക് എത്തിയിരിക്കുമെന്ന വിവരങ്ങൾ വരുന്നു. ഈ പാകിസ്ഥാൻ്റെ തിടുക്കത്തിലുള്ള ഇതിലെ ഇടപെടൽ കൂടി ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം ഒരു തീവ്രവാദത്തിന് വളം വയ്ക്കുന്ന രാജ്യം അവർക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ മോശം പ്രതിച്ഛായ മാറ്റുന്നതിന് വേണ്ടി ചില നീക്കങ്ങൾ നടത്തുന്നുവെന്ന വിമർശനം ഒരു കോണിൽ ഉയരുകയാണ്. ബ്ലാഷ്. യെസ്, എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത തുടരുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോഴിതാ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ പാഴ്വാക്കാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോഴും ആക്രമണം തുടരുന്ന സാഹചര്യം തന്നെയാണ്. അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും സംയുക്തമായി തന്നെ ഇറാന് നേരെ ആക്രമണം നടത്തുന്നു. ഇറാൻ സൗദിയിലും ബഹ്റൈനിലും അടക്കം തിരിച്ചും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.